അഗ്നിപരീക്ഷയിലെ ഇന്നലത്തെ ജഡ്ജസിന്റെ ഇറങ്ങിപ്പോക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി ഇവർക്ക് അത്രയധികം കലി പൊട്ടിയിട്ടായിരിക്കും ഇറങ്ങിപ്പോയെന്ന്. എന്നാൽ ഇന്ന് ഭൂലോക കോമഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ കോമഡി? തിരിച്ചു വന്ന് അതിനെ തന്നെ ഒരു ടാസ്ക് ആക്കി മാറ്റി TRP കിട്ടാനായിട്ട് വേറൊരു ലെവലിലോട്ട് കഥയെ തിരിച്ചു വിട്ടിട്ടുണ്ട്. സംഭവം നിങ്ങൾ കണ്ടായിരുന്നോ? ഞാൻ എപ്പിസോഡ് കാണാൻ കുറച്ച് ലേറ്റായി പോയി, വയ്യായിരുന്നു, സുഖമില്ലായിരുന്നു. അപ്പോൾ എപ്പിസോഡിനകത്ത് ഇന്ന് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? കാരണം ഇന്നലെ ജഡ്ജസ് ഇറങ്ങിപ്പോയി, തിരിച്ചു വന്നു, ആ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഒരു ടാസ്ക് നടത്തുന്നു, ദെൻ കാണാൻ കൊള്ളാന്നുള്ള ഒരു റാങ്കിങ് ടാസ്ക് വെച്ചു. എൽദോയാണ് റാങ്കിങ് ടാസ്കിന്റെ വിന്നറായിട്ട് മാറിയത്. വളരെ സൂപ്പറായിട്ട് എൽദോ അതിനകത്ത് സംസാരിച്ചു. നമ്മളെ എല്ലാവരും ടാസ്ക് കണ്ടതാണ്, നിങ്ങൾ എല്ലാവരും എപ്പിസോഡ് കണ്ടായിരുന്നോ? പിന്നെ ഇന്നലെ ഉണ്ടായ വിഷയത്തിന്റെ ബാക്കിയായിട്ട് വന്ന് ഫ്രണ്ട്ഷിപ്പിന്റെ വെയിറ്റ് നിങ്ങൾ ചുമലിൽ താങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വേറെ എന്ന് വെച്ചാൽ തുടക്കം ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോഴേ അറിയാം ഒരു ചത്ത ഫീലാണ്. ഇന്നലത്തെ ബാക്കി നിന്ന് തുടങ്ങും പോലെ വെൽക്കം അവർ ജഡ്ജസ് രഞ്ജിനി, റിയാസ്, അഖിൽ മാരാർ, ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് പോലും. എന്താ കാര്യം? ഇന്നലത്തെ സ്ക്രിപ്റ്റ് തീർന്നിട്ടില്ല, അപ്പൊ ഇന്നും ബാക്കിയുണ്ട്. ഇന്നലത്തെ ടാസ്കിൽ അതിന് രണ്ട് വ്യൂവിൽ നമുക്ക് ചിന്തിക്കാം. ഞാൻ ഇന്നലെ ഒരു വ്യൂ ആണ് പറഞ്ഞത്. എന്താ? അവസാനം വരുമ്പോഴെങ്കിലും സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് കളിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനകത്ത് ആ ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ചിറ്റിട്ട് ഒരാളെ ഔട്ടാക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ചിറ്റ് ഇട്ട് ഔട്ടാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ലാസ്റ്റ് റൗണ്ട് വരുമ്പോൾ നമുക്ക് ജയിക്കാനായിട്ട് ബെസ്റ്റ് ചാൻസ് അവിടെ കിട്ടുക, ഒരു ബെസ്റ്റ് ചാൻസ് അവിടെ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ചിറ്റിനകത്ത് ചിലപ്പോൾ നമ്മുടെ പേര് വീഴാൻ, നമ്മൾ ഔട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ അന്നേരം മറ്റുള്ള ആളുടെ അടുത്ത് റോങ് പറഞ്ഞു കൊടുത്ത്, തെറ്റായ കളർ പറഞ്ഞു കൊടുത്ത് അയാളെ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈസിലി അവിടെ ജയിക്കാം. അവിടെ 100% നമ്മൾ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട, ആണല്ലോ. അപ്പോൾ അതവിടെ രണ്ടുപേരും ചെയ്തില്ല. നേരെ മറിച്ച് അവർ ടാസ്ക് ലെറ്റർ എന്ന് അവർ ചെയ്ത സാധനം മറച്ചു വെക്കാനായിട്ട് പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇവർ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു മേക്കേഴ്സ് മിക്കവാറും ചെവിയിലൂടെ പറഞ്ഞു കൊടുത്താണ് എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞു കൊടുത്ത് ഇവർ എഴുന്നേറ്റ് അങ്ങ് പോയി. ഇന്നത്തെ എപ്പിസോഡും ആ ലെവലിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തീരുമാനമൊന്നുമായിട്ടുള്ള കട്ടക്കലിപ്പിൽ ഇരിക്കുകയാണ് എല്ലാവരും കൂടി. എന്താണ് നടന്നതെന്ന് ഉള്ള റിവ്യൂ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ അഗ്നിപരീക്ഷയുടെ എപ്പിസോഡ് 14 ഓഗസ്റ്റ് 28 റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ മൂളറ്റ് മീഡിയയിലോട്ട് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് കിട്ടുന്ന മോട്ടിവേഷനും കോൺഫിഡൻസും ആണ്. FBയിലോ ഇൻസ്റ്റയിലോ ആണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ മസ്റ്റായിട്ട് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ വീഡിയോ യൂട്യൂബിൽ കാണുന്നതാണെങ്കിൽ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്കുക. ഞാൻ പറഞ്ഞതുപോലെ റനീഷ ഇന്ന് തുടക്കത്തിൽ വന്ന് എന്താ പറയുക ചത്ത എപ്പിസോഡ് പോലെ തന്നെയാണ് തുടങ്ങുന്നത്. അഗ്നിപരീക്ഷയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓണറബിൾ ആയിട്ടുള്ള ജഡ്ജസ് രഞ്ജിനി ഹരിദാസ്, റിയാസ് സലിം, അഖിൽ മാരാർ, ഇങ്ങനെയാണ് വിളിക്കുന്നത്. കാരണം എന്താ? ഇന്നലെ അവർ ഇറങ്ങിപ്പോയതല്ലേ. അപ്പം തുടക്കത്തിലെ തന്നെ മൂന്ന് പേരുടെയും പ്രഹസനമാണ്. എന്താ? അഖിൽ മാരാർ പറയുന്നു, നിങ്ങളെ നമ്മൾ പറയുന്നത് കേൾക്കാനല്ല, നമ്മളെ ചലഞ്ച് ചെയ്യാൻ എനിക്ക് വയ്യ കേട്ടോ. പല്ലിൽ ബ്രൈസസ് ടൈറ്റ് ചെയ്തിരിക്കുക, പല്ലിലെ കമ്പിയെല്ലാം കൊണ്ട് ചുണ്ടെല്ലാം മുറിഞ്ഞിരിക്കുക, അപ്പം എനിക്ക് അലയ്ക്കാൻ സ്ട്രെസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ അഖിൽ മാരാർ പറയുവാണ്, എന്ത്, നിങ്ങൾക്ക് തന്ന സാധനമല്ല, നിങ്ങൾക്ക് അവിടെ കളിക്കാനുള്ള, നിങ്ങളുടെ ബിഗ് ബോസിലേക്ക് പോകാനുള്ളൊരു വഴിയാണിത്. അപ്പം നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കളിക്കാനുള്ള കാര്യമൊക്കെ അഖിൽ മാരാർ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രഞ്ജിനിയിലേക്ക് വരുമ്പോൾ രഞ്ജിനി ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ വലിയ മഹാന്മാര്, ഇതാണ് എന്നൊക്കെ പറഞ്ഞ് രഞ്ജിനി അങ്ങനെ എന്നിട്ട് എന്നാ പിന്നെ നിങ്ങൾക്ക് ഇന്ന് അങ്ങനെ തന്നെ ഒരു ടാസ്ക് തരാം, എന്താ റനീഷ ടാസ്ക് പറഞ്ഞു എന്നും പറഞ്ഞാണ് ടാസ്ക് അങ്ങോട്ട് തുടങ്ങുന്നത്. ടാസ്ക് വേറെ ഒന്നുമല്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാരം അളക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവരും ടാസ്ക് കണ്ടിട്ടുണ്ടാകും. തോളിൽ ചുമന്ന് നിൽക്കുക, 2 പേരല്ല 6 പേരായിട്ട് മാറിയിട്ട് മറ്റൊരാളെ തോളിൽ ചുമന്ന് നിൽക്കുക. മാക്സിമം ടൈം നിൽക്കുന്ന ആൾ, ആ ജോഡി ജയിക്കും. അതാണ് ടാസ്ക്. ഷിജു, ഷാമോൻ അവർ ഗ്രൂപ്പായിട്ട് തന്നെ നിന്നാൽ മതി, നിങ്ങളെല്ലായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ അങ്ങനെ തന്നെ നിന്നാൽ മതി എന്നുള്ള ജഡ്ജസിൻ്റെ ഒരു ഇത്. അവർക്ക് സത്യം പറഞ്ഞാൽ ഷിജുവിനും ഷാമോനും ഒരു കൂസലും ഇല്ല. ഇന്നലെ നടന്നത് ഒന്നുമില്ല, ഒരു സോറി പറച്ചിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഈവൻ നമ്മുടെ ഭാഗത്ത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, ജഡ്ജസ്സാണ് അവരല്ലേ. നമുക്ക് മുന്നോട്ട് ഇനി വഴിവെട്ടി പോകണം എന്നുണ്ടെങ്കിൽ ജഡ്ജസിൻ്റെ കരുണ ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ജഡ്ജസിൻ്റെ അടുത്തൊരു സോറി പറയാനുള്ള ഒരു മര്യാദയാണ്, അതൊന്നും ഇതിനകത്തില്ല. ഷിജു ഷാമോൻ ഒരു ഗ്രൂപ്പ് ആവുന്നു, ഷിബിനയും എൽദോയും ഒരു ഗ്രൂപ്പ് ആവുന്നു,
സോനയും പൂജയും ഒരു ഗ്രൂപ്പ് ആവുന്നു, ശ്യാമും രാകേഷും ഒരു ഗ്രൂപ്പ് ആവുന്നു, അഫ്യാനസും താഷയും ഒരു ഗ്രൂപ്പ് ആവുന്നു, എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഷിജിനും ലളിതയും ഒരു ഗ്രൂപ്പ് ആവുന്നു. അപ്പം ആദ്യം തന്നെ എല്ലാവരും ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്തിട്ട് പിന്നീട് ആരും കിട്ടാതാകുമ്പോഴാണ് പൂജയും സോനയും കൊണ്ട് ഒരു ഗ്രൂപ്പ് ആവുന്ന അലുവയും മത്തിക്കറിയും പോലെ ചേരാത്ത രണ്ടുപേര്. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നു, സോന ഇതിനകത്ത് ഷാമോനാണ് വെയിറ്റ് താങ്ങുന്നത്, എടുത്തു വെക്കുന്നത് ഷിജുലാലിനെ. തോളിലെടുത്ത് വെക്കണം. അത് നമുക്ക് എങ്ങനെ വേണം ഇങ്ങനെ വെക്കാം, എങ്ങനെ വേണം എടുത്ത് താങ്ങി നിൽക്കണം എന്നുള്ളതാണ്. എൽദോ താങ്ങി നിർത്തുന്നത് ഷിബിനയെ, പൂജ താങ്ങി നിർത്തുന്നത് സോനയെ, രാകേഷ് താങ്ങി നിർത്തുന്നത് ശ്യാമിനെ, താഷി താങ്ങി നിർത്തുന്നത് അഫ്യാനാസിനെ, ലളിത താങ്ങി നിർത്തുന്നത് ഷിജിനെ. താഷിക്കാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് കുറച്ച് ബെറ്റർ ആയിട്ട് ഇരിക്കാൻ വരുന്നത്. കാരണം ഞാൻ ബോഡി ഷേമിങ് ചെയ്യുന്നതല്ല, കമ്പാരിറ്റീവ്ലി അതിനകത്തുള്ള അഫ്യാനാസിനാണ് കുറച്ച് ബോഡി ഉള്ളത്, നല്ല പുള്ളിക്കാരെ അത്യാവശ്യം നല്ല വണ്ണം ഉണ്ടല്ലോ. അപ്പോൾ താഷി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആവറേജ് ബോഡിയാണ്. അപ്പോൾ പുള്ളിക്ക് എന്ത് ചെയ്യാം, നല്ല പോലെ ഇങ്ങനെ പല്ലി പറ്റി പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കാം. നല്ല രസമുണ്ടായിരുന്നു. കാരണം അവരുടെ എനിക്കൊന്ന് അഫ്യാനാസിന് കുറെ കൂടെ ഹോൾഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ താഷിക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ. കാരണം താഷിക്ക് ഇരിക്കാനുള്ള ഒരു കംഫർട്ടബിൾ സ്പേസ് എവിടെ ഉണ്ട്, അഫ്യാനാസിന് നല്ല അത്യാവശ്യം നല്ല സൈസ് ഉള്ളത് കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. ഞാൻ ബോഡി ഷേമിങ് ചെയ്യുന്നതല്ല കേട്ടോ, ഞാൻ പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ സെയിം സൈസ് ആകുമ്പം നമുക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ഒരാൾ വലുതും ഒരാൾ കുറച്ച് ചെറുതും ആകുമ്പോൾ നമുക്കവിടെ ഇരിക്കാൻ കുറച്ചുകൂടി കംഫർട്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മുടെ സോനയാണ് ഫസ്റ്റ് ഔട്ട് ആവുന്നത്. സോന പറയുന്ന റീസൺ എന്താണ്, എനിക്ക് ഇവളോട്ട് ഒന്നാമത്തെ കാര്യം ഫ്രണ്ട്ഷിപ്പ് ഇല്ല, എനിക്കിത് താങ്ങി നിൽക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, എല്ലാവരും കൂടെ ഇവിടെ ഓരോ ഗ്രൂപ്പുകളെ നോക്കി വെയിറ്റ് കുറഞ്ഞ ആൾക്കാരെയൊക്കെ നോക്കിയിട്ടാണ് തുടക്കത്തിലേ പോയി എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പ് കൂടി. പക്ഷേ സോനയുടെ ആ വാചകം തെറ്റാണ്. കാരണം ഓൾറെഡി വെയിറ്റ് ലിഫ്റ്റ് അല്ല, ഈ പറയുന്ന വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നതിന് ടാസ്ക് എന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടില്ല. 2 പേരുള്ള ഗ്രൂപ്പ് ആവും, ഫ്രണ്ട്ഷിപ്പുകൾ നോക്കി 2 പേരുള്ള ഗ്രൂപ്പ് ആവും എന്നല്ലേ പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കേസ് വരുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങ് വിട്ടു എന്നാണ് പറയുന്നത്. ഇനി ഇത് ടാസ്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ റൂളുകൾ മാറുകയാണ്. അതായത് എടുത്തിപ്പോൾ ഞാൻ ഒരാളെ തോളിലെടുത്ത് നിർത്തിയിരിക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ ഒരു കൈ ഇങ്ങനെ വെക്കണം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ബാലൻസ് തെറ്റും. അങ്ങനെ അഫ്യാനാസും താഷിയും അപ്പോൾ തന്നെ ഔട്ടാവുന്നു. ദെൻ അഖിൽ മാരാറ് പറയാണ്, അപ്പോഴാണ് റോളിൻ്റെ ഒരു ചേഞ്ച് വരുന്നത്. ഇതിനകത്ത് ഇപ്പം ഞാനൊരാളെ താങ്ങി നിർത്തുവാണെങ്കിൽ എനിക്ക് ഈ ടാസ്കിൽ ജയിച്ചാലും, അതായത് എൻ്റെ ടീം ജയിച്ചാലും എനിക്കൊന്നും കിട്ടില്ല. തോളിലിരിക്കുന്ന ആൾക്കാണ് എന്ത് കിട്ടുന്നത്, അവരാണ് വിജയിക്കുന്നത്, ഞാനല്ല എന്ന് പറയണം. അപ്പം തന്നെ ഷിജിൻ എന്ത് ചെയ്യുന്നു, ലളിതയെ അങ്ങ് വിടുന്നു. ഷിജിൻ ലളിത, കാരണം അവർ നമ്മൾ കമ്പനിയൊന്നും അല്ലല്ലോ. അപ്പോൾ കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ലളിതയുടെ ഫ്രണ്ട് രാകേഷിനെക്കാളും അപ്പുറത്തേക്കിട്ട് ഷിജിൻ്റെ അടുത്ത് ഉണ്ടെന്ന് ലളിത അവിടെ കിടന്ന് ഉരുണ്ട് മറിയുന്നുണ്ട്. രാകേഷ് അങ്ങനെയാണ്, ഷിജിൻ്റെ അടുത്തും എനിക്ക് കമ്പനിയുണ്ട്, ഏറ്റവും കൂടുതൽ കമ്പനിയുള്ള ആളടുത്തല്ലേ നമ്മുടെ ടീം ആവാൻ പറഞ്ഞതെന്നൊക്കെ റിയാസ് ചോദിക്കുന്നുണ്ട്. അല്ല ഷിജിൻ, അപ്പോൾ ഷിജിൻ പറയണം ഇല്ല, എൻ്റെ അടുത്ത് കമ്പനിയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അടുത്ത് ദെൻ ഒരു കൈയല്ലേ ഇങ്ങനെ വെക്കാൻ പറഞ്ഞത്, അടുത്ത ഒരു കൈയും കൂടെ ഇങ്ങനെ വെക്കാൻ പറയണം. അപ്പോൾ 2 കൈ ഇങ്ങനെ ആവുന്നു, പിടിച്ച് നിൽക്കുന്ന ആൾ. അപ്പോൾ തോളി പെട്ടി പിടിച്ചിരിക്കേണ്ട അവസ്ഥയായി. ശ്യാമും രാകേഷും പരമാവധി നോക്കുന്നുണ്ട്, അടുത്ത അവർ ഔട്ടാവുന്നു. ദെൻ അടുത്ത മുകളിലിരിക്കുന്ന ആൾ എന്ത് ചെയ്യാൻ പറയുന്നു, ഒരു കൈ ഇങ്ങനെ വെക്കാൻ പറയുകയാണ്. മുകളിലിരിക്കുന്ന ആൾ ഒരു കൈ വെക്കുക. അപ്പോൾ ഇനി ബാക്കി 2 ടീമേ ഉള്ളൂ. ഷിബിനയും എൽദോയും ഉണ്ട്, അതുപോലെ തന്നെ ഷാമോനും ഷിജിലാലും ഉണ്ട്. അവരെയാണ് കൂടുതലും ജഡ്ജസ് ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കാരണമാണല്ലോ ഇങ്ങനെ ഒരു ഗെയിം വെച്ചാൽ ഇവർ എനിക്കിതിപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കിയതാണെന്ന്. ഇന്നലെ മാത്രം കണ്ട് അത് തോന്നത്തില്ലായിരുന്നു. അങ്ങനെ ഷിബിന ഒരു കൈ ഇങ്ങനെ വെക്കുന്നു, ഷിജിലാൽ ഒരു കൈ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഷിജിലാൽ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് ഷൂ അഴിക്കാൻ വേണ്ടി ഷൂവിലോട്ട് ഇങ്ങനെ താക്കുമ്പോഴത്തേക്കും രഞ്ജിനി പറയേണ്ടത് ഔട്ട്, ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഷിജിലാലിൻ്റെ 2 കൈ കൂടെ പിടിച്ച് വെക്കാൻ പറയുന്നു. ഷാമോന് പറ്റുന്നത് ഷിജിലാലിൻ്റെ 2 കൈയും ഇങ്ങനെ വെക്കാൻ പറയുന്നു. അങ്ങനെ അവരെ കൊണ്ട് പറ്റാതെ അവർ ഔട്ടാവുന്നു. ഷിബിനയും എൽദോയും ഈ ടാസ്കിൽ ജയിക്കുന്നു. മുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന ആളാണല്ലോ ജയിക്കുന്നത്. അങ്ങനെ ഷിബിനയ്ക്കാണ് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുന്നത്. ദെൻ അടുത്ത ടാസ്ക് റാങ്കിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, റാങ്കിങ് ടാസ്ക് നടക്കുവാണെങ്കിൽ അവിടെ അടിയും ബഹളവും പിന്നെ ഒന്നും ചെവിതല കേൾക്കാൻ പറ്റില്ല. തേനീച്ചക്കൂട്ടി കല്ലട്ട മാതിരി കിരി ആയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ വാല്യൂ റാങ്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ ഒരു ടാസ്ക്. ഇന്ന് വരെ നമുക്ക് തരുന്ന റാങ്കിങ് ടാസ്കുകൾ ഒന്നും വളരെ മാന്യമായിട്ട് പോയതായിട്ട് എൻ്റെ ഓർമ്മയിലേ ഇല്ല. എൽദോയും ഷിബിനയും കൂടി അവരൊരുമിച്ച് ഇപ്പം ജയിച്ചത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ഒരുമിച്ച് കൈ കെട്ടി 2 പേരും ഒരു പൊസിഷന് വേണ്ടിയിട്ടാണ് വാദിക്കാനുള്ളത് എന്ന് പറയുന്നുമുണ്ട്. ഇതിനകത്ത് ഫസ്റ്റിന് വേണ്ടി ഞാൻ എപ്പിസോഡിൻ്റെ കഥ പറയുന്നല്ല കേട്ടോ, കുറച്ച് കാര്യം പറയാതെ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റിന് വേണ്ടി വാദിക്കുന്നത് അഫ്യാനാസ്, ഷിജിന്,
ഷിജുലാല്, ഷിബിന, എൽദോ. താഷി തുടക്കത്തിൽ നിൽക്കുന്നുണ്ട്, പിന്നീട് താഷിയോടെ മാറുന്നുണ്ട്. അപ്പൊ ഇവര് കാക്കക്കൂട്ടി കല്ലിട്ട മാതിരി ഷിജുലാൽ ഞാനാണ് ഇവിടുത്തെ അത് ചെയ്തത്, ഞാനാണ് ചെയ്തത്, എല്ലാ ടാസ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടാസ്ക് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഷിജുലാൽ അവിടെ നിലയ്ക്കുന്നുണ്ട്, ഷിജിൻ അവിടെ കിടന്ന് നിലയ്ക്കുന്നുണ്ട്. എൽദോ കുഴപ്പമില്ല, എൽദോയാണ് എനിക്ക് ഇന്നത്തെ ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ എൽദോയാണ്. കാരണം കുറേ ദിവസങ്ങളിൽ ഞാൻ എൽദോയുടെ നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് നോക്കുമ്പോൾ എൽദോ നല്ല രീതിയിൽ ഇപ്പോൾ ആക്റ്റീവായി വരുന്നുണ്ട്. എൽദോ മുമ്പ് എൽദോ ആക്റ്റീവാണ്, പക്ഷേ വാ തുറക്കൂലായിരുന്നു. വാ തുറക്കാത്ത പ്രവൃത്തി മാത്രമായിരുന്നു എൽദോയുടെ. പക്ഷെ ഇപ്പം സംസാരിക്കാനും അതുപോലെ തന്നെ പ്രവൃത്തിയിലും എല്ലാത്തിലും എൽദോ നല്ല ആക്റ്റീവായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ കമൻറ്റ് ബോക്സുകളിൽ ഏറ്റവും കൂടുതൽ വരാറുള്ള കമൻറ്റും എൽദോ അങ്ങനെയാണ്, എൽദോ അങ്ങനെയാണ്, എൽദോ അങ്ങനെയാണ്, എൽദോ 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 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എൽദോ അതിന് മാത്രം എൻ്റെ കണ്ണിലൊന്നും കാണുന്നില്ലല്ലോ, ഇപ്പോൾ യക്ഷ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇന്നത്തെ എന്താ പറയുക ഭയങ്കര വിസിബിളാണ്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് എൽദോയുടെ ഭയങ്കര ഒരു കുറേ കാര്യങ്ങൾ എൽദോ ഇന്ന് അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. എനിക്ക് റാങ്കിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും എൽദോയുടെ കേസ് തന്നെയാണ്. കാരണം ഈ റാങ്കിങ് 1 to 12 വരയ്ക്കും ഉണ്ട്. അതിനകത്ത് ഷിബിനയും എൽദോയും ഒരുമിച്ചാണ്. അപ്പോൾ അവരവരുടെ സ്ഥാനങ്ങൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ട് മറ്റുള്ളവരെക്കാൾ അർഹനാണ് എന്നുള്ള കാര്യമാണ് അവിടെ പറയേണ്ടത്. അപ്പോൾ അതിൽ ബെസ്റ്റായിട്ട് എൻ്റെ അർഹത എന്താണ് എന്ന് വ്യക്തമാക്കിയ ഒരേ ഒരാൾ ഈ പറയുന്ന പോലെ എൽദോയാണ്. വേറെ ഒരു മനുഷ്യരും അവിടെ അർഹത വ്യക്തമാക്കിയിട്ടില്ല. അവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് ബാക്കിയുള്ളവരുടെ കുറ്റം പറയലാണ്. ഫസ്റ്റിന് വേണ്ടി നിന്ന് അഫിയാനാസ്, ഷിജിന്, ഷിജുലാല്, ഷിബിന, എൽദോ. അപ്പോൾ ഇതിനകത്ത് സെക്കൻഡിന് വേണ്ടി നിന്നിരുന്നത് പൂജയും ലൊലിതയും ശ്യാമുമാണ്. തേർഡിന് വേണ്ടി രാകേഷും സോനയുമാണ് നിന്നിരുന്നത്. ഫോർത്തിന് വേണ്ടി ഷാമോൻ മാത്രം. അപ്പോൾ അത് ഫിക്സായി. 5ന് വേണ്ടി പിന്നെ നോക്കിയപ്പോൾ താഷി വന്ന് 5ൽ നിൽക്കുന്നത്. വണ്ണിൻ്റെ അവിടെ അടികൂടിക്കൊണ്ട് നിന്നിടത്ത് നിന്നാ പിന്നെ നോക്കിയപ്പോൾ 5ൽ നിൽക്കുന്നത്. അപ്പം 4ഉം 5ഉം ഫിക്സാണ്. 1ാം സ്ഥാനത്തിന് കാക്കക്കൂട്ടി കല്ലിട്ട മാതിരി അടിയായി ജഡ്ജസ് ഓരോരുത്തരുടെ വിധം പറയിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എന്താ പറയുക, ഷിജുലാൽ അങ്ങോട്ട് തുടങ്ങുവാണ്. ഷിജുലാൽ തുടങ്ങുന്നു. ഷിജുലാലിൻ്റെ സംസാരം എനിക്കത്ര ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല അന്നേരം. ഞാൻ ആദ്യം ജയിച്ചു, ഇത് ജയിച്ചു, അങ്ങനെ ജയിച്ചു, ഇങ്ങനെ ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എൽദോ ആൻഡ് ഷിബിന. ആദ്യം എൽദോ സംസാരിക്കുകയാണ്. എൽദോയുടെ കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എൽദോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ എന്താ പറയുക ചെയ്യേണ്ട മനോബലവും അതുപോലെ തന്നെ ഇമോഷണലായിട്ടും ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ടാസ്കുകൾ മനോഹരമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. 3 തവണ ഇൻഫിനിറ്റി പെനൽ കിട്ടിയിട്ടുണ്ട്. 4ാമത്തെ ഇപ്പോൾ ഒരു തവണ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഷിബിനയ്ക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെ നോക്കിയാലും ഞാനതിന് ആപ്റ്റാണ്. എന്നിട്ട് എൽദോയുടെ ഒരു ഡയലോഗ് ഉണ്ട്. എൽദോ പറയുന്നത് ഞാൻ ഈ ഫസ്റ്റ് പൊസിഷൻ അല്ല ആഗ്രഹിക്കുന്നത്, ഇതിനും മുകളിൽ എനിക്ക് പോകണം. പക്ഷേ ഇതിവിടെ ഇതാണ് ഉള്ളത്. പക്ഷെ ഈ പൊസിഷന് മുകളിൽ പോകണം. അപ്പം ഇപ്പം എനിക്കിത് വേണം, കാരണം ഇതിന് ഞാൻ ആപ്റ്റാണ് എന്നുള്ള കറക്റ്റ് ഇങ്ങനെയൊന്നും അല്ല, കറക്റ്റ് കാര്യങ്ങളായിട്ട് എൽദോ പോയിന്റ് ആയിട്ട് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്. ബിഗ് ബോസിനകത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് പോയിന്റ്സിലൂടെയാണ്. നമ്മൾ സയൻസ് ബാച്ചിലെ കുട്ടികളും ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസും ചെയ്യേണ്ടത് സെയിം കാര്യമാണ്. പോയിന്റുകളാണ് എഴുതേണ്ടത്. നമ്മൾ എവിടെ പോയിന്റ് പറയുന്നു അതിലെ അല്ല വള അലച്ചിട്ട് ഒരു കാര്യമല്ല, പോയിന്റ്സ് കൃത്യമായി നമ്മൾ പറയണം. ഷിബിന സത്യം പറഞ്ഞാൽ പോയിന്റ്സ് പറഞ്ഞ് എൽദോയുടെ കൂടെ പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം രണ്ടുപേരുടെ ഒറ്റക്കെട്ടാണ്. എനിക്ക് അന്നേരം തോന്നിയൊരു കാര്യം, ഈ ഷിബിന ഇല്ലായിരുന്നെങ്കിൽ സുഖമായിട്ട് എൽദോയ്ക്ക് ഫസ്റ്റ് കിട്ടിയേനെന്നാണ്. കാരണം ഷിബിന ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വീണ് കിടന്നിടത്ത് വീണെടുത്ത് കിടന്ന് ഉരുളും. പക്ഷെ എൽദോ പറയുന്ന കാര്യം ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഇതിനകത്ത്. അടുത്ത അഫിയാനാസ്. എനിക്ക് അറിഞ്ഞുകൂടെ എൻ്റെ പൊന്നു മക്കളെ, ഈ അഫിയാനാസ് എന്താണ് അതിനകത്ത് കാണിക്കണേന്ന്. അഫിയാനാസ് ഞാൻ നോക്കുന്ന എൽദോയുടെ കുറ്റം പറയുന്നു, ഷിജിൻ്റെ കുറ്റം, ഷിജുലാലിൻ്റെ കുറ്റം, ഷിബിനയുടെ കുറ്റം. രഞ്ജിനി അവിടെ പിടിച്ച് നിർത്തിയിട്ട് അഫിയാനാസിന് സ്വന്തമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്തൊക്കെയോ വളവള നിന്ന് കുരയ്ക്കുന്നുണ്ട്. എന്താണെന്ന് ഒരു പിടിയുമില്ല. അടുത്തത് ഷിജിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി. കാരണം ഷിജിൻ എന്തൊക്കെയോ പറയാനുണ്ട്. പക്ഷേ ചിലരുടെ മനസ്സിനുള്ളിൽ കുറച്ച് സാധനങ്ങളുണ്ടെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ലെവല് വേറെ ആയിരിക്കും. അതായത് ഷിജിൻ്റെ മനസ്സിലുള്ള കാര്യം പറയാനായിട്ട് ഷിജിന് പറ്റുന്നില്ല. അത് ഷിജിൻ്റെ വാക്കുകളിൽ നിന്ന് വിസിബിളാണ് സംസാരിക്കുമ്പോൾ. എന്തൊക്കെയോ ഷിബിന് കറക്റ്റായിട്ട് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്, അതിനെ ചേർത്ത് വയ്ക്കണം. പക്ഷെ ഇവിടെ ഉള്ളത് ഇവിടെ പറയും, ഇവിടെ ഉള്ളത് ഇവിടെ പറയും, ഇങ്ങനെ കുറേ കാര്യം മിക്സായി പോകുന്നുണ്ട്. അതാണ് ഷിജിൻ്റെ ഒന്നാമത്തെ പ്രശ്നം. ഷിജിൻ സംസാരിക്കുമ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആണ് ആ ഒറ്റ റീസണിലാണ് ഷിജിൻ ഇതിൽ തള്ളിപ്പോകുന്നത്. ഈ എൽദോയും ഷിബിനയും കഴിഞ്ഞ് പിന്നെ ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നത് ഷിജിനാണ്. പക്ഷേ ഷിജിൻ്റെ സംസാരം ഞാൻ ഈ പറഞ്ഞ പോലെ എക്സിക്യൂട്ട് ചെയ്ത ലെവല് വേറെ ആയിപ്പോയി. ദെൻ
അടുത്ത രണ്ടാം പൊസിഷന് വേണ്ടി വാദിക്കുന്നത് ഒന്ന് ശ്യാമും ലളിതയും പൂജയാണ്. ശ്യാം പൂജയെ കുറ്റം പറയുന്നു, ലളിതയെ കുറ്റം പറയുന്നു. ഞാനത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒന്നാം പൊസിഷനിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പം എനിക്ക് രണ്ടാണെന്നൊക്കെ പറയുന്നു. ലളിത ഞാൻ വന്നിട്ടുണ്ട്, കുറേ ടീമുകളൊക്കെ ജയിച്ചു എന്നല്ല ലളിത പറയുന്നുണ്ട്. കുഴപ്പമില്ല, കേട്ടിരിക്കാം. പൂജ തുടക്കത്തിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ബോറായിരുന്നെങ്കിൽ പിന്നീട് ശ്യാമിനെ ലളിതയും അടിച്ചിരുത്തുന്ന സംസാരമായിരുന്നു. ഇന്നലെ ഞാൻ പൂജ നെഗറ്റീവ് പറഞ്ഞതാണ്. പക്ഷേ പൂജ തുടക്കത്തിൽ ഇന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഇതെന്തോ ആഡ് ചെയ്തെന്ന് തോന്നുമെങ്കിലും സംസാരിച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നല്ല രീതിയിൽ അടിച്ചൊതുക്കി അങ്ങോട്ട് ഇരുത്തുന്നുണ്ട്. ആരെ ലളിതയും ലളിതയുടെ ക്യൂട്ട്നെസ്സിനെയും അതുപോലെ തന്നെ ശ്യാമിൻ്റെ ഓരോരോ കേസും എല്ലാം പോയിന്റ് ഔട്ട് ചെയ്ത് കുറ്റം പറയുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് എന്തുകൊണ്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഞാൻ മികച്ചതാണ് എന്ന് പറയാനായിട്ട് ആര് നോക്കുന്നുണ്ട്? പൂജ നോക്കുന്നുണ്ട്. മൂന്നാം പൊസിഷന് വേണ്ടി രാകേഷും സോനയാണ് വാദിക്കുന്നത്. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു സോന ഇതിനകത്തുണ്ടെങ്കിൽ ഇന്നിപ്പം നല്ലൊരു അടി നടക്കും. പക്ഷേ അധികം പോയില്ല. രാകേഷ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം രാകേഷിന്റെ കുറെ കോമാളിത്തരവും തുടക്കത്തിലൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടു. ആദ്യ 2 എപ്പിസോഡൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് കോമഡിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം 14ാമത്തെ എപ്പിസോഡിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം കോമഡിയും കാര്യങ്ങളൊന്നും അല്ല, ഇപ്പം സീരിയസ് ആവേണ്ട സമയമായി. കാരണം ഇനിയിപ്പം 6-7 എപ്പിസോഡുകൾ കൂടിയേ ഉള്ളൂ. അപ്പം നമ്മൾ നല്ല സീരിയസ് ആയിരിക്കും, എല്ലാ പരിപാടി നടക്കത്തില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, 4 പേരെ ചിരിപ്പിച്ച് പിന്നെ ആധികാരികമായി എനിക്ക് സംസാരിക്കാനൊന്നും അറിയില്ല. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പിന്നെ എന്താ പറയുക, എന്തെങ്കിലും ചിരിപ്പിച്ചൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പിന്നെ അവന് എനിക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ അപ്പം ഞാൻ ആലോചിക്കുക എന്തുവാണത്, കോമഡി ഷോയോ? ഇത് കറക്റ്റായിട്ട് സോനയാണ് രണ്ടാമത് സംസാരിക്കുന്നത്. സോന രണ്ടാമത് തിരിച്ചടിക്കുന്നുണ്ട്. ആധികാരികമായി സോനയ്ക്ക് അധികം സത്യം പറഞ്ഞാൽ അലക്കേണ്ടി വന്നില്ല. കാരണം രാകേഷ് കൊടുത്ത പവറിന് ഫസ്റ്റ് ഏത് കണ്ടസ്റ്റന്റ് സംസാരിക്കുന്നു അതിന് ഓപ്പോസിറ്റ് നിന്നല്ലേ മറ്റൊരാൾ സംസാരിക്കേണ്ടത്. അപ്പോൾ അവരെത്ര പോയിന്റ്സ് പറയുന്നു അതിന് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക പോയിന്റ്സ് പറഞ്ഞാൽ മതി, അല്ലാതെ ആവശ്യമില്ല സംസാരിക്കേണ്ട കാര്യം. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച സോന അടിയാക്കും എന്നാണ്. പക്ഷെ രാകേഷ് വിചാരിച്ച പോലെ അവിടെ സംസാരിച്ചില്ല. രാകേഷിനും ഈ പറഞ്ഞ പോലെ ഷിജിന്റെ ചെറിയൊരു വിഷയമുണ്ട്. പറയുന്ന മനസ്സ് ചിന്തിക്കുന്ന കാര്യമായിരിക്കത്തില്ല, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വേറെ ലെവലാവും. അപ്പം സോനയ്ക്ക് അവിടെ അധികം അലക്കേണ്ടി വന്നില്ല. ആധികാരികമായ കാര്യം സംസാരിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു, അതാണ് ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. സോന അതിൽ കയറി പിടിച്ചു. 11 പേര് എന്നെ അവിടെ ടാർഗറ്റ് ചെയ്തതാണ് എന്നുള്ള കാര്യം സോനയ്ക്ക് വലിയൊരു പോയിന്റാണ്. കാരണം എല്ലാവരും അവിടെ സോനയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ആം സൂപ്പർ കോൺഫിഡൻറ്റ് അബൌട്ട് എന്താ പറയുക, സോന വിൽ ബി സെലക്ടഡ് ഫോർ സീസൺ 8. എനിക്ക് അങ്ങനെ തോന്നുന്നു. സോന ഉറപ്പായിട്ട്, കാരണം സോനയെ പോലെ ഒരു കണ്ടസ്റ്റന്റിന് നമുക്ക് നഷ്ടപ്പെട്ടാൽ അത് വലിയ ഒരു റിഗ്രറ്റ് ആയിരിക്കും ബിഗ് ബോസ് 8-ന്. ഇതിനകത്ത് വന്നതിലൊരു ബെസ്റ്റ് BB മെറ്റീരിയൽ വിത്ത് എക്സ്ട്രാ മസാല ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും സോന ഇഫ് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ. 4ാമത്തെ ഷാമോൻ മാത്രമേ ഉള്ളൂ. ഷാമോൻ സംസാരിച്ച് തുടങ്ങുന്നു. ഞാനുള്ള എല്ലാ കാര്യത്തിലും ചെയ്തിട്ടുണ്ട്. പിന്നെ എൽദോയും ഷിജുവിനെയും അഫിയേക്കാളും ബെറ്റർ ഞാനാണ്, അവരാണ് ടോപ്പ് 3 വരാനുള്ളതെന്ന് ഷാമോൻ പറയുന്നു. ബസർ ഉടനെ അടിക്കും, മര്യാദയ്ക്ക് പോയി സ്ഥലങ്ങളിൽ നിൽക്കാൻ പറയുമ്പോൾ പിന്നെ അങ്ങോട്ട് ചറ പറ. താഷി 5-ൽ നിൽക്കുന്നുണ്ട്. ഇവിടെ അർഹരല്ലാത്തത് അഫിയയും ഷിബിനയും ഷിജിനും ഷിജുവാണ് 1ാം പൊസിഷൻ അർഹനല്ലാത്തത്. എൽദോ അർഹനാണെന്ന് പറയുന്നു. പിന്നെ അങ്ങോട്ട് പലവരും അടിയോടി. ഷിജിൻ 6-ൽ പോയി നിൽക്കുന്നു, 7-ൽ പൂജ നിൽക്കുന്നു, 8-ൽ രാകേഷ് നിൽക്കുന്നു, 9-ൽ ലളിത നിൽക്കുന്നു. അങ്ങനെ ബസർ അടിക്കുന്നു. ഫസ്റ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമില്ല. അവിടെ വീണ്ടും 6-ൽ ഷിജിനല്ല, 6-ൽ ഷിജു. പിന്നെ ഫസ്റ്റിന്റെ പേരിൽ അവിടെ കിടന്നുള്ള അടിയാണ് ഷിജിനും രാകേഷും ഷിജിനും എൽദോയും ഷിബിനയും അഫിയാനാസും കൂടി അവിടെ അങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ച് അവസാനം വോട്ടെടുപ്പാവുന്നു. വോട്ടെടുപ്പാവുമ്പോൾ എൽദോയും ഷിബിനയും കൂടെ നിൽക്കട്ടെ എന്നുള്ള കാര്യം തന്നെയാണ് എല്ലാവരും പറയുന്നത്. അല്ലാതെ ഷിജിൻ നിൽക്കുന്നതിനോടും അഫിയാനാസ് നിൽക്കുന്നതിനോടും ആർക്കും താല്പര്യമില്ല. പിന്നെ ബാക്കി ഓൾറെഡി 9 വരെ ഫില്ലായി. 10-ൽ അഫിയാനാസ് വന്ന് നിൽക്കുന്നുണ്ട്. 11-ൽ ആരുമില്ല. ഷിജിന് 12 കൊടുത്താൽ മതി എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ഷിജി പോയി 12 നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത് ഷിബിനെയും എൽദോയും കൂടെ സംസാരിക്കുകയാണ്. അവിടെ ഷിബിനെ വിട്ടുകൊടുക്കുന്നില്ല. ഷിബിനെ ജയിപ്പിച്ചത് എൽദോയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ എൽദോ ഷിബിനെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എൽദോ അവിടെ ഫസ്റ്റിന് പക്ക കിട്ടിയേനെ. അപ്പോൾ എന്നിട്ടും ഷിബിനെ വിട്ടുകൊടുക്കുന്നില്ല. അതെനിക്ക് ഇഷ്ടപ്പെടും. കാരണം നീ എനിക്കത് ചെയ്തു തന്നു കരുതിക്കൊണ്ട് ഞാൻ എന്തിനു വിട്ടുതരണം, ഇറ്റ്സ് എ ഗെയിം എന്നുള്ള ലെവലാണ് ഷിബിൻ അവിടെ സംസാരിച്ചത്. എന്നിട്ട് ഷിബിനെ നേരെ 11-ലേക്ക് തള്ളപ്പെട്ടു. എൽദോ 1-ആയി. അപ്പോൾ 1-ാം പൊസിഷനിൽ നിന്നിരുന്നത് എൽദോ. ഫൈനൽ ഇതാണ്. 1-ൽ എൽദോ, 2-ൽ ശ്യാമാണ്, അടുത്ത 3-ൽ സോനയാണ്, 4-ൽ ഷാമോൻ, 5-ൽ താഷി, 6-ൽ ഷിജുലാൽ പറഞ്ഞ എനിക്കറിയാം, ജഡ്ജസിനെ അറിയാം. ജഡ്ജസ് ഒന്നും മിണ്ടുന്നില്ല. എനിക്കറിയാം, ജഡ്ജസിനെ അറിയാം, ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന്. സോ ഞാൻ ഇവിടെ എന്തായാലും കുഴപ്പമില്ല, 6 നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 6-ൽ ഷിജുലാൽ,
7 പൂജ, 8 രാകേഷ്, 9 ലളിത, 10 അഫിയാനാസ്, 11 ഷിബിന, 12 ഷിജിൻ. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും വന്നിട്ടുള്ള എൽദോയ്ക്ക്, ശ്യാമിന്, അതുപോലെ തന്നെ സോനയ്ക്ക്, ഇവർക്ക് 3 പേർക്ക് എന്തോ ഒരു സ്പെഷ്യൽ പവർ ഉണ്ടെന്ന് പറഞ്ഞാണ് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ശരിക്കും എപ്പിസോഡ് എനിക്ക് സത്യം പറഞ്ഞ് ഇതൊന്ന് പൂട്ടിക്കെട്ടിയാൽ മതിയായിരുന്നു. കാരണം മെയിൻ ബിഗ് ബോസിന്റെ കാര്യങ്ങൾ ചർച്ചയാവുന്നില്ല. ഇത് ഒറ്റ സാധനം കാരണം മെയിൻ ബിഗ് ബോസ് മിക്കവാറും വഴിയാധാരമാവാനുള്ള സാധ്യതയുണ്ട്, വഴി കിടക്കാനുള്ള സാധ്യതകളുണ്ട്. സത്യം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ താഴെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ഇന്നലെ കുറേ ഫാമിലി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഓണത്തിൻ്റെ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വന്നൊന്ന് റെസ്റ്റ് എടുത്ത് ഒരു കുറച്ച് നേരം എന്തെങ്കിലും ഒന്ന് ഉറങ്ങിപ്പോയി. സമയമായപ്പം എപ്പിസോഡ് കാണാൻ എഴുന്നേറ്റപ്പോഴത്തേക്കും പിന്നെ ഒട്ടും പറ്റണുണ്ടായില്ല. അപ്പോൾ പിന്നെ ഞാൻ കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റിവ്യൂ ചെയ്തു. അപ്പോൾ നമ്മുടെ മെയിൻ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.